ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മലേഷ്യക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡേ 1 വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പോകുന്നതിന് തൊട്ട് മുൻപത്തെ വീക്ക് ജയന് പനിയും കോൾഡും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ 1 വീക്ക് സ്കൂളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ആനുവൽ ഡേ ആയിരുന്നു. അതിന് കഴിഞ്ഞിട്ടാണ് പനിയൊക്കെ പിടിച്ചത്. എവിടെ പോവാ? മലേഷ്യക്ക് പോവാണോ? ബാഗ് നോക്കട്ടെ. ആ കൊള്ളാട്ടോ, അടിപൊളി. ടാറ്റ പറ. വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഹസ്ബൻഡ് ഓഫീസിലൊക്കെ പോയി വന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്നത് ഫെബ്രുവരി 11 ആയിരുന്നു കേട്ടോ. രാത്രി ഒരു 11:30 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഡിന്നറും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ സൽക്കാരയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബിരിയാണിയും പിന്നെ ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അതിനുശേഷം നമ്മളിനി എയർപോർട്ടിലേക്ക് പോകാൻ കേട്ടോ. ചായ പോവാ? ചായ അങ്ങനെ ചെക്കിനെല്ലാം കഴിഞ്ഞു. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റിൻ്റെ ടൈമായി. അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. പിന്നെ ഈവനിങ് ബിരിയാണിയൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഫുഡൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാലും എയർപോർട്ടിൽ എത്തുമ്പോൾ വിശക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് അങ്ങനെ വിശപ്പൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊന്നും എയർപോർട്ടിൽ നിന്നൊന്നും വാങ്ങിച്ചൊന്നും കഴിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ എങ്ങാനും വിശക്കാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. Features may differ from other aircraft. We ask for your full attention to the cabin crew in front of you. Exit may be behind you. In the event of a landing on water, flight rafts are located at all exits except exit will activate the smoke alarm. Thank you for your attention. Light off करते हैं.
pleasure of giving yung tugas. Tingnan mo check out yung magkasikat mo naman ang mga na-issue ka destinasyon. അങ്ങനെ നമ്മൾ മലേഷ്യൻ ടൈമിൽ വെളുപ്പിന് 6 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വിസ ഫ്രീ ആയതുകൊണ്ട് തന്നെ മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അത് ഇമിഗ്രേഷനിൽ ചോദിക്കും. അപ്പോൾ നമ്മൾ ഏജൻസി വഴി വന്നതുകൊണ്ട് അതെല്ലാം നാട്ടിൽ നിന്ന് ശരിയാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. പിന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ സിം കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാസ്പോർട്ട് കാണിച്ചാൽ മതി. പിന്നെന്താ ഇവിടെ നിന്ന് ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മലേഷ്യയിൽ വരുന്നത് സെക്കൻഡ് ടൈമാണ് കേട്ടോ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ ഇവിടെ 4 days ആണോ 5 days ആണോ എനിക്ക് ഓർമ്മയില്ല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വാങ്ങിച്ചു കുടിച്ച കോഫി ഭയങ്കര കയ്പ്പായിരുന്നു. അതാണ് പറഞ്ഞത് കേട്ടോ. സലാമത്ത് തന്നെയാണല്ലേ, അങ്ങനെയല്ലല്ലോ അവർ പറഞ്ഞത്. നമ്മളെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏജൻസിക്കാർ. അപ്പോൾ അങ്ങനെ ചേട്ടൻ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് മലേഷ്യൻ റിങ്കറ്റ് കേട്ടോ. മലേഷ്യയിലെ കറൻസി റിങ്കറ്റ് ആണ് കേട്ടോ. മലേഷ്യയിലെ ഒരു റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 20 rupees കേട്ടോ, 20 രൂപ. പിന്നെ മലേഷ്യയിലെ നാഷണൽ ഫ്ലവർ ചെമ്പരത്തിയാണ് കേട്ടോ, ഹിബിസ്കസ്. അതാണ് റിങ്കറ്റിലൊക്കെ ചെമ്പരത്തിയുടെ പടം കൊടുത്തേക്കുന്നത്. സയൻ ശരിക്കും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് ദോശ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഉറക്കം ശരിയാവാത്തതുകൊണ്ട് അതിൻ്റെ ഒരു മൂഡ് ഓഫ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ല. എന്നിട്ട് ആ ദോശ ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. മസാല ദോശ. How is life in Malaysia? That's one big roundabout is there. Okay. When you reach there, the free Wi-Fi is there. Okay. And you can see all Malaysian state flag is there. Okay. And a look and photo stop area. Once you done your photo, I will show you where's the pickup point. You see the enforcement officer, they always will be here. You cannot come to the roadside to take picture. You have to be inside. Inside. This one by the federal government. If you get any notice. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പുത്രജയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് നടന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു ടൈമാണിപ്പോൾ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ, നല്ല പൊരിഞ്ഞ വെയിലാണ്. ഇവിടെ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസാണ്. പിന്നെ ഇതൊരു മോസ്കാണ് കേട്ടോ, പുത്രജയിലെ മോസ്കാണ്. പിന്നെ ഇവിടെയൊക്കെ എന്തൊരു നീറ്റാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ പുത്രജയിലെ മോസ്ക്. നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. ഒരു കളറൊക്കെ അടിപൊളിയായിട്ടില്ലേ. പിന്നെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, സുവിനീറും ബാഗും അങ്ങനെ ടൂറിസ്റ്റിന് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ച് ജ്യൂസിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് മോസ്കിലേക്കുള്ള എൻട്രൻസ്. ഇത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസാണ് കേട്ടോ. ഇതിലേക്ക് കയറാനുള്ള പെർമിഷനൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം, അത്രയും പറ്റുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ഭംഗിയില്ലേ വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ കണ്ടോ മലേഷ്യ മദനി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പുത്രജയിൽ കാണാനുള്ള മെയിൻ ഏരിയ കേട്ടോ. ഈ ഒരു മോസ്കും പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് കേട്ടോ.
ഈ ഒരു ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഒരുപാട് മൂവീസിൽ സോങ്ങിലൊക്കെ ഉണ്ട് ഈ ബ്രിഡ്ജ്. പിന്നെ ഉണ്ടല്ലോ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കുരങ്ങൻ ലജു എന്ന് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചതാണ് അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. അപ്പോൾ ഗോ സ്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുരങ്ങൻ ലജു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗോ സ്ലോ എന്നാണ് കേട്ടോ മീനിങ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് കേട്ടോ ഇത്, മെട്രോ സ്റ്റാർ. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ലഗേജ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാ. കാരണം നമ്മുടെ ചെക്ക് ഇൻ ടൈം 3 o'clock ആണ്. അപ്പോൾ ആ ഒരു സമയം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്നാക്സൊക്കെ മേടിച്ച് തിരിച്ചു പോകുമ്പോഴത്തേക്കും ടൈം ആവുള്ളൂ എന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്താന്ന് കാണിക്കുന്നത്? പിന്നെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ്. ഇവിടെ ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്പ് വെച്ചിട്ടാണ് ടാക്സി ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു മോളിൽ വന്നതാണ്, സോക്കോ മാൾ. അപ്പോൾ നാൻഡോസ് കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ലഞ്ചും ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കനും ഫ്രൈസും പിന്നെ പുലാവ് റൈസാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നാൻഡോസ്. Kau बताओ Stok ketiban baru tahun 2024 terkini yang paling laris di pasaran kini menanti pilihan tuan-tuan dan puan-puan. ആപ്പിൾ ആണോ? ലൈച്ചി.
അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ആ റൂമിലെത്തിയിട്ടാ. പൂജയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളെ റൂമിൽ നിന്ന് 2 മിനിറ്റുള്ളൂ കേട്ടോ ഇവിടുത്തെ ലുലുവിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. Melon honey. Ano gaya pa? നമ്മളവിടെ നിന്ന് സ്നാക്സും പിന്നെ ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മളെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. You can select your food wherever you go, and if you want the Indian for this situation is there won't be any. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഫുഡ് സ്ട്രീറ്റിലാണ് കേട്ടോ. ബുക്കിറ്റ് ബിൻടാങ്ങിലാണ് വന്നേക്കുന്നത്. നമ്മളതിനെ ഒരു 6:30 ആകുമ്പോഴാണ് ലുലുന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ആ ചേട്ടൻ വന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരുപാട് ഫുഡിൻ്റെ വെറൈറ്റി ഫുഡ്സ് ഉണ്ട് കേട്ടോ. ചക്ക 10 റിംഗറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സുണ്ടു ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. वो चीज़ स्टार फ्रूट Small mango? Small mango ah? No small mango. No mango. It's sweet or sour? Sweet. Sweet. Sweet.
പവലിയൻ. 看的嘉宾，让我们以最热情的掌声欢迎到的就是吉隆坡。 തെറാപ്പി. കയറാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ ഈ ഫുഡ് സ്ട്രീറ്റിൽ വന്ന ടൈമിൽ നല്ല കാറ്റും പിന്നെ മഴക്കാരൊക്കെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുടയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ. നമ്മൾ ഫുഡ് സ്ട്രീറ്റിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല കേട്ടോ. Variety of things that exist. They That's can all. make it in city to They make it in evening time. ഞങ്ങൾ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് KFCയിലാണ് കേട്ടോ വന്നത്. ഇവിടുന്ന് കുറച്ച് നടക്കാവുന്ന ദൂരമുള്ളൂ റൂമിലേക്ക്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഡേ 1 ഡിന്നർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഡേ 2 വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.